ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. അങ്ങനെ പറഞ്ഞ് ഒരാഴ്ച അങ്ങോട്ട് കഴിഞ്ഞു. എത്ര വേഗാഹേ സമയം പോണത്. ദിവസങ്ങൾ ഇങ്ങനെ പറക്കണത് കാണുമ്പോൾ മണിക്കൂറിന് 60 മിനിറ്റ് ഉണ്ടോ എന്നാണ് ശങ്ക. ISRO എന്ന് പറയുന്ന ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തിട്ട് പരിപാടി അങ്ങോട്ട് തുടങ്ങാം. സ്പേഡെക്സ് എന്ന് പറയുന്ന ഇരട്ട ഉപഗ്രഹങ്ങളുടെ സംയോജനം ISRO വിജയകരമായിട്ട് അങ്ങോട്ട് പൂർത്തിയാക്കി. PSLV C-60 റോക്കറ്റ് ഉപയോഗിച്ച് ഇക്കഴിഞ്ഞ ഡിസംബർ 30 ഭൂമിയിൽ നിന്ന് 475 കിലോമീറ്റർ അകലുള്ള ഭ്രമണപഥത്തിലെത്തിച്ച 2 ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് അങ്ങോട്ട് കൂട്ടിച്ചേർത്തു. എന്നാൽ സ്വന്തം ബഹിരാകാശ നിലയം എന്നുള്ള നമ്മുടെ ലക്ഷ്യം കൈവരിക്കാൻ ഈ സാങ്കേതിക വിദ്യ സഹായിക്കും. ഈ ഉപഗ്രഹങ്ങൾ 2 കൊല്ലത്തോളം ഭ്രമണപഥത്തിൽ തുടർന്ന് ഭൗമനിരീക്ഷണം, വാർത്താവിനിമയം ഇത്യാദി വിവിധ ദൗത്യങ്ങൾ അങ്ങോട്ട് നിർവഹിക്കും. ബഹിരാകാശത്തേക്ക് ഇന്ത്യൻ സഞ്ചാരികളെ അയക്കണ ഗഗൻയാൻ ചന്ദ്രോപരിതലത്തിലുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലെത്തിച്ച് പഠനം നടത്താനുള്ള ചന്ദ്രയാൻ 4 ഇത്യാദി പദ്ധതികൾക്കും ഇതിൻ്റെ പരീക്ഷണ വിജയം മുതൽക്കൂട്ടാവും. തകരാറിലായ ഉപഗ്രഹങ്ങൾ അറ്റകുറ്റപ്പണി നടത്തി വീണ്ടും പ്രവർത്തനക്ഷമമാക്കാനും സെൻസറുകൾ ഉൾപ്പെടെ മാറ്റിവെച്ച് നവീകരിക്കാനും ഈ സാങ്കേതിക വിദ്യ ഉപകാരപ്പെടും. ശത്രുരാജ്യങ്ങളുടെ സൈനിക ഉപഗ്രഹങ്ങളെ വേണ്ടി വന്ന പ്രവർത്തനരഹിതാക്കാനും ഇത് ഭാവിയിൽ ഉപയോഗപ്പെടുന്നതാണ് വിശ്വസിക്കുന്നത്. വെറും 370 കോടി റുപ്യ ചെലവിൽ റഷ്യ, അമേരിക്ക, ചൈന എന്നീ രാജ്യങ്ങൾക്ക് തൊട്ടു പിന്നിൽ ഈ സാങ്കേതിക വിദ്യ സ്വന്താക്കണ 4ാമത്തെ രാജ്യമായി ഇന്ത്യ അങ്ങോട്ട് മാറി. ഇതിൻ്റെ പിന്നിൽ ഊണും ഉറക്കമൊക്കെ ഉപേക്ഷിച്ച് രാവും പകലും വ്യത്യാസമില്ലാണ്ട് പണിയെടുക്കണ ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാരുണ്ടെന്ന് മറക്കരുത്. അതുകൊണ്ടാണ് FN തിരുമേനി അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തത്. പരിശ്രമിച്ചാൽ അസാധ്യമായിട്ട് ഒന്നുമില്ലാന്നല്ലേ. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. ടർക്കിയിലൊരു കാര്യം, അവിടെ വയസ്സായ പെൻഷൻകാരുണ്ടായിരുന്നു. അവർ ഗവൺമെൻറ്റിനോട് തങ്ങളുടെ പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന് കാലമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഗവൺമെൻറ്റൊട്ട് കേൾക്കണമില്ല. അവസാനം അവർ ഒരു ഉപായം അങ്ങോട്ട് പ്രയോഗിച്ചു. തങ്ങളെക്കാൾ 20 വയസ്സ് താഴെയുള്ള ഏതെങ്കിലും പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതാണ് ഭീഷണി. ഇങ്ങനെയായാൽ തങ്ങളുടെ മരണശേഷം പുതിയ ഭാര്യമാർക്ക് 40-50 കൊല്ലം കുടുംബ പെൻഷൻ കൊടുക്കേണ്ടി വരും. നമ്മുടെ നാട്ടിലെ മാതിരി തന്നെയാണ് ടർക്കിയിലും. പെൻഷൻ വാങ്ങണ ആൾ മരിച്ചാൽ ഭാര്യയ്ക്ക് കുടുംബ പെൻഷന് അർഹതയുണ്ട്. എന്നാൽ ഇങ്ങനെ 30-40 കൊല്ലമൊക്കെ കുടുംബ പെൻഷൻ കൊടുക്കണേക്കാളും നല്ലത് ഇവരുടെ പെൻഷൻ കൂട്ടുകയെന്ന് സർക്കാരിന് ബോധ്യമായി. അങ്ങനെ 40% പെൻഷൻ കൂട്ടാൻ ഗവൺമെൻറ് അങ്ങോട്ട് തീരുമാനിച്ചു അത്രേ. പ്രായമാകുമ്പോൾ ബുദ്ധി കുറയുന്നതാണല്ലോ പലരും വിചാരിച്ചിരിക്കണത്. എന്നാൽ ഇത് കണ്ട് നമ്മുടെ നാട്ടിലുള്ള പെൻഷൻകാർ നടയ പറഞ്ഞ സാഹസത്തിനൊന്നും മുതിരരുത്. ഒന്നാമത് ഇങ്ങനെയുള്ള വയസ്സന്മാരെ കല്യാണം കഴിക്കാൻ ഇവിടെയുള്ള പെൺകുട്ടികൾ തയ്യാറാവൂ? ആരാൻ്റെ പല്ലിനേക്കാളും നല്ലത് അവനോൻ്റെ തൊണ്ണലഹേ. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. ഇനി മഹാരാഷ്ട്രയിലെ ചില വിശേഷങ്ങൾ. കാന്തിവലി എന്ന് പറയുന്ന ഒരു ചേരിയുണ്ട് മഹാരാഷ്ട്രയിൽ. ഈ ചേരികളിൽ താമസിക്കുന്ന പാവപ്പെട്ട സ്ത്രീകൾക്ക് ഇനി കുളിക്കാൻ എവിടെ പോകണമെന്ന് ആലോചിക്കണ്ട. കുളിമുറികൾ അവരെ തേടി അങ്ങോട്ട് വരും. ഇതിനായിട്ട് 5 കുളിമുറിയുള്ള ഒരു ബസ് ഒരുക്കി വെച്ചിരിക്കുന്നു അധികൃതരെ. 12 മണിക്കൂർ ബസ് ഈ ചേരിയുടെ
പല ഭാഗങ്ങളിലായിട്ട് അങ്ങോട്ട് നിർത്തിയിടും. സ്ത്രീകൾക്ക് സമയവും സൗകര്യമൊക്കെ നോക്കി ഇതിൽ കയറി അങ്ങോട്ട് കുളിക്കാം. ഒരാൾക്ക് 5 മുതൽ 10 മിനിറ്റ് വരെയാണ് സമയം കിട്ടുക. ഉപയോഗിക്കുന്ന വെള്ളത്തിനും അളവൊക്കെ ഉണ്ട്. കൃത്യസമയത്ത് വെള്ളത്തിൻ്റെ വരവ് അങ്ങോട്ട് നിൽക്കും. ആവശ്യത്തിന് മാത്രമേ വെള്ളം കിട്ടൂ. ഇതൊക്കെ നിയന്ത്രിക്കാൻ ബസ്സിൽ സ്ത്രീ ജീവനക്കാരും ഉണ്ട്. ബസ്സിൻ്റെ ടാങ്കിൽ 2100 ലിറ്റർ വെള്ളം കൊള്ളും. ജനറേറ്ററിലുണ്ട് എപ്പോഴും വൈദ്യുതി ഉണ്ടാവും. തുണി ഉണക്കാനായിട്ട് 2 ഡ്രയറുകളും ഉണ്ട് അത്രേ ഈ വിശേഷ ബസ്സിൽ. കാന്തിവലി എന്ന് പറയുന്ന ചേരിയിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് കുളിക്കാൻ സൗകര്യമില്ല എന്നുള്ള പരാതി ശികാലായിട്ടുണ്ട്. ഇത് പരിഹരിക്കാനുള്ള മാർഗമാണ് അത്രേ ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്നത്. ഈ ബസ് ഉദ്ഘാടനം ചെയ്യാൻ സാക്ഷാൽ മന്ത്രിയും MLAയും കൂടി അങ്ങോട്ട് എത്തി. കുളിക്കാൻ മാത്രമല്ല ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനൊക്കെ ഇങ്ങനെയുള്ള ബസ് വരുമോയെന്ന തിരുമേനിയുടെ ശങ്ക. എന്തായാലും ഇങ്ങനെയുള്ള ബസ്സുകൾ കേരളത്തിൽ വരില്ല എന്ന് ഏതാണ്ട് ഉറപ്പാ. അല്ലാത്ത വാഹനങ്ങൾക്ക് തന്നെ ഓടാൻ സ്ഥലമില്ലാത്ത സ്ഥലമാണല്ലോ നമ്മുടെ നാട്. ഇനി ഇങ്ങനെയുള്ള ബസ്സും കൂടി ഓരോ സ്ഥലത്ത് വന്നാലത്തെ സ്ഥിതി പറയാതിരിക്കാവും ഭേദം. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. ഡൽഹിയിൽ മാത്രമല്ല ഉത്തരേന്ത്യയിലെ നഗരങ്ങളൊക്കെ തണുത്ത് വിറയ്ക്കുകയാണ്. പോരാത്തതിന് നല്ല മൂടൽമഞ്ഞും. ഡൽഹിയിൽ ദൂരക്കാഴ്ച തീരെ ഇല്ലാണ്ടായി. ഇതോടുകൂടി വ്യോമ റോഡ് ഗതാഗതങ്ങൾ താറുമാറായി. ഡൽഹിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 100-ലധികം വിമാനങ്ങളാണ് അത്രേ വൈകി ഓടുന്നത്. പലപ്പോഴും രാവിലെ 9 ഡിഗ്രിയും 8 ഡിഗ്രിയൊക്കെയാണ് താപനില. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ എല്ലാവരും ചില മുൻകരുതലുകളൊക്കെ എടുക്കണം. കൊളസ്ട്രോളിനെ പേടിച്ച് ഇഷ്ടഭക്ഷണം ഉപേക്ഷിക്കേണ്ടതില്ലാതാണ് ഡോക്ടർമാർ പറയണത്. ശരീരത്തിന് ആവശ്യമായ ഘടകമാണ് കൊളസ്ട്രോള്. എന്നാൽ അത് അമിതമാവാണ്ട് നോക്കണം. ഉറക്കല്യായ ഹൃദയാരോഗ്യത്തെ ബാധിക്കും. 8 മണിക്കൂർ തികച്ചും ഉറങ്ങണമെന്നൊന്നുമില്ല. 4 മണിക്കൂർ നല്ല ഉറക്കം കിട്ടിയാലും മതി. പകൽ സമയം അരമണിക്കൂർ ഉറങ്ങണതും ആരോഗ്യത്തിന് നല്ലതാണത്രേ. രാത്രി ഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് ഉറങ്ങായിരിക്കും നല്ലത്. 1/2 കിലോമീറ്ററെങ്കിലും ദിവസവും നടക്കുക. ഓഫീസ് ജോലി ചെയ്യണവരെ ഇടവേളകളിൽ 15 മിനിറ്റ് നടക്കുക. സുഹൃത്തുക്കളുടെ കൂടെ തമാശ പറഞ്ഞ് നടക്കുന്നതും ഒരു വ്യായാമമെന്നാണ് ഡോക്ടർമാർ പറയണത്. ഇഷ്ടമുള്ളത് കഴിക്കാം, എന്നാൽ ഇഷ്ടമുള്ളത്ര വേണ്ടെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. പായസം കുടിക്കണവർ 2-3 ഗ്ലാസ് ചെലുത്തുന്നതിന് പകരം 1/2 ഗ്ലാസോ 3/4 ഗ്ലാസോ കുടിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നർത്ഥം. ജനനം മുതൽ നിർത്താതെ ഓടണ സാധനല്ലേ ഈ ഹൃദയം. അതുകൊണ്ട് കണ്ണി കണ്ടതൊക്കെ വലിച്ചു വാരി തിന്ന് ഓരോന്ന് വരുത്താതിരിക്കുക. പുകവലി, മദ്യപാനം ഇത്യാദികളൊക്കെ വേണ്ടാന്നങ്ങോട്ട് വയ്ക്കുക. ഉള്ള കാലത്ത് ജീവിച്ചാൽ മാത്രം പോരല്ലോ, നല്ല ആരോഗ്യത്തോടു കൂടി വേണ്ടേ ജീവിക്കാൻ. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. രണ്ടിലധികം മക്കളുണ്ടായതുകൊണ്ട് ഒരു അസിസ്റ്റന്റ് കമ്മീഷണറുടെ ജോലി പോയത് മഹാരാഷ്ട്രയിലാണ്. എന്നാൽ ഇതല്ല മധ്യപ്രദേശിലെ സ്ഥിതി. ബ്രാഹ്മണ ദമ്പതിമാർക്ക് 4 മക്കളുണ്ടായാൽ 1 ലക്ഷം റുപ്യ ഗവൺമെൻറ് അങ്ങോട്ട് കൊടുക്കും. പരശുരാമ കല്യാൺ ബോർഡ് പ്രസിഡന്റും മധ്യപ്രദേശ് ക്യാബിനറ്റ് മന്ത്രിയായിട്ടുള്ള വിഷ്ണു രജോരിയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. മതം വേണ്ടാന്ന് പറയണവരുടെയും നിരീശ്വരവാദികളുടെയും എണ്ണം കൂടി വരികയെന്നാണ് മന്ത്രി പറയണത്. അതുകൊണ്ടാണത്രേ 4 മക്കളുണ്ടായാൽ
1,00,000 മാതാപിതാക്കൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പം ഈ പിഴ മേടിച്ച് മഹാരാഷ്ട്രയിൽ നിന്ന് ബ്രാഹ്മണന്മാർ മധ്യപ്രദേശിൽ പോവുന്ന എഫ് എൻ തിരുമേനിയുടെ ശങ്ക. അവിടെ ആകുമ്പോൾ പിഴ കൊടുക്കും വേണ്ട, വരുമാനം കിട്ടും ചെയ്യും. ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റേന് വളാവൂ. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. മഹാരാഷ്ട്രയിലെ ബുൽധാന ജില്ലയിലുള്ള ചില ആളുകൾക്ക് അമിതമായിട്ട് മുടി കൊഴിച്ചിലുണ്ടാവുന്ന കാര്യം എഫ് എൻ തിരുമേനി കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നല്ലോ. എന്നാൽ ഇതിന് കാരണം വെള്ളത്തിലുള്ള നൈട്രേറ്റിന്റെ അംശമെന്നാണ് കണ്ടെത്തിയത്. കുഴൽ കിണറിലുള്ള വെള്ളം കൊണ്ടാണത്രേ ഇവര് കുളിക്കണത്. തലമുടി മാത്രമല്ല, താടി രോമങ്ങളും കൊഴിഞ്ഞിരുന്നു. ഈ വെള്ളത്തിലെ നൈട്രേറ്റിന്റെ അളവ് കൂടുതലാണെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനാഗിരി ഇത്യാദികളൊക്കെ തലയിൽ തേക്കാനാണ് ആരോഗ്യ പ്രവർത്തകർ പറയണത്. മൈക്രോബയോളജിയുടെ അന്തിമ റിപ്പോർട്ട് ഈ ആഴ്ച അവസാനേ കിട്ടൂ. അപ്പോളെ കൃത്യമായ കാരണം അറിയാൻ പറ്റൂന്നാണ് മഹാരാഷ്ട്രയിലെ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ പറയണത്. അപ്പൊ ചുരുക്കത്തില് മഴവെള്ളം സംഭരിക്കണമെന്ന് എല്ലാവർക്കും മനസ്സിലായിണ്ടാവും. ഭൂമിയുടെ അടിയിലുള്ള കുഴൽക്കിണറിന്ന് കിട്ടുന്ന വെള്ളത്തില് പലതരത്തിലുള്ള ലോഹങ്ങളും അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. ഇതുകൊണ്ടൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം. വിമാനത്താവളങ്ങളിലെ ഹോട്ടലുകളിലൊക്കെ കയറിയാൽ പുറത്തിറങ്ങുമ്പോൾ അത്ര സന്തോഷമൊന്നും ഉണ്ടാവില്ല. ഒരു ചായക്ക് 100-150 റുപ്യ വരെ വില ഉണ്ട്. മറ്റു സാധനങ്ങളുടെ വില പറയാതിരിക്കുക ഭേദം. എന്നാൽ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടം എന്ന് പറയുന്ന ആൾ നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിന്റെ ഫലമായിട്ട് നമ്മുടെ രാജ്യത്തുള്ള സകല വിമാനത്താവളങ്ങളിലും ഭക്ഷണ സാധനങ്ങളുടെ വില കുത്തനെ അങ്ങോട്ട് കുറച്ചു. ഇപ്പോൾ ഒരു ഗ്ലാസ് ചായ 15 റുപ്യയ്ക്കും ഒരു ഗ്ലാസ് കാപ്പി 20 റുപ്യയ്ക്കും അങ്ങോട്ട് കിട്ടും. 2019 കൊച്ചി സിയാൽ എയർപോർട്ടിൽ ഒരു ചായ കുടിച്ചപ്പോഴാണത്രേ ഇദ്ദേഹത്തിന്റെ കണ്ണ് തള്ളിപ്പോയത്. 150 റുപ്യ. ഇദ്ദേഹം ഇയാളിലേക്ക് നിവേദനം അയച്ചു. ഒടുവിൽ കേസ് വരെ കൊടുത്തു. സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചോദിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരെ ഇടപെട്ട് ഒടുവിൽ വിമാനത്താവളങ്ങളിൽ ചായ കാപ്പി ഇത്യാദികളുടെയൊക്കെ വില നിയന്ത്രിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് മുകളിൽ നിന്ന് ഒരു ഉത്തരവ് എയർപോർട്ടുകളിലേക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് വിവരം. അപ്പോൾ അധികം താമസമില്ലാണ്ട് എല്ലാ വിമാനത്താവളങ്ങളിലും കഴുത്തറുപ്പൻ വില കൊടുക്കാണ്ട് ചായ കാപ്പി ഇത്യാദികളൊക്കെ കുടിക്കാമെന്നാണ് എഫ് എൻ തിരുമേനി നിരീക്ഷണു. ഉത്തരവുകൾക്ക് നമ്മുടെ നാട്ടിൽ ക്ഷാമല്ലല്ലോ. എന്നാൽ അത് സമയബന്ധിതമായിട്ട് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തിയല്ലേ വേണ്ടത്. ദേവൻ പ്രസാദിച്ചാലും പൂജാരി പ്രസാദിക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? ദീപസ്തംഭം മഹാശ്ചര്യം ഇനി അടുത്ത ഞായറാഴ്ച രാത്രി 7:35 അരങ്ങത്ത് സി കൃഷ്ണകുമാർ, നിർമ്മാണ സഹായി വിനോദ് കീഴടത്ത്. ദീപസ്തംഭം മഹാശ്ചര്യം. നമുക്കും കിട്ടണം പണം.